ഹലോ ഗൈസ്, ഇറ്റ്സ് മീ ഹോമോസാപ്പിയൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വൈബ്രേഷൻ KTM മെയിനായിട്ട് കണ്ടുവരുന്ന സീനാണ് വൈബ്രേഷൻ. കാരണം കൂടുതൽ നമ്മൾ കട്ടർ റോഡിൽ ചാടുമ്പം അല്ലെങ്കിൽ ഓഫ് റോഡ് കുറച്ച് പോകുമ്പോഴത്തേക്ക് ഈ വൈസർ ഹിറ്റ് എല്ലാം വൈബ്രേഷനാവും. അപ്പോൾ നിലവിൽ ഞാൻ ഇപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്, അതൊന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ അത് ഫിക്സ് ചെയ്യാന്നുള്ളത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇതുവരെയ്ക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഈ കിറ്റ് ഇളക്കി, അടുത്ത് നമുക്ക് ഇപ്പുറത്തെ കിറ്റ് ഇളക്കണം. പിന്നെ നമ്മൾ നട്ടെല്ലാം ഇതേപോലെ ഒരു ബക്കറ്റിൽ കപ്പിലിട്ട് വെച്ചിരുന്നാൽ മിസ്സാവാതെ നമുക്കിരിക്കും. കാരണം ഇതിൻ്റെയൊക്കെ നട്ടൊക്കെ കളഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ വാങ്ങാൻ പോയാൽ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യമേ രണ്ട് സൈഡും കിറ്റ് ഇളക്കാം. എപ്പോഴും നമ്മൾ വണ്ടിയുടെ നെറ്റ് അഴിച്ചാലും ഒരു നട്ട് ഫുള്ളായിട്ട് അഴിക്കരുത്. നമ്മൾ എല്ലാം ലൂസ് ചെയ്തിട്ട് എല്ലാം ഈക്വലായിട്ട് നമ്മൾ ലൂസ് ചെയ്യാവും. അല്ലാതെ ഒന്ന് മാത്രമായിട്ട് നമ്മൾ ഫുള്ള് ഇളക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ള നട്ട് ടൈറ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിലെല്ലാം ഏതൊരു വണ്ടിയിലാണെങ്കിലും അങ്ങനെയാണ്. നമ്മുടെ എല്ലാ നട്ടും ഒരേപോലെ ലൂസാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മൾ നിലവിൽ കിറ്റ് ഇളക്കിയിട്ടുണ്ട്, നമ്പർ ബോർഡ് ഇളക്കിയിട്ടുണ്ട്, വൈസർ ഇളക്കിയിട്ടുണ്ട്. ഇതെല്ലാം വൈബ്രേഷൻ ഫിക്സ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് റീസെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും ഇളക്കിയ സ്ഥിതിക്ക് ഇവിടെ ഇതിൻ്റെ അകത്ത് മൊത്തം, അതായത് നമ്മൾ വാഷിങ്ങിൽ എത്താത്ത സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ അവിടെ എല്ലാം നല്ല പൊടി ഉണ്ടാകും. അപ്പോൾ നമ്മളൊരു നോർമൽ ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞാൽ കാരണം ഇവിടെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എത്താത്ത സ്പോട്ടുകളാണ്. അവിടെ എല്ലാം പറ്റാവുന്നതുപോലെ പൊടിയെല്ലാം തട്ടിക്കളഞ്ഞ് വൃത്തിയാവും. ഇതിലിത് തമ്മിൽ തട്ടുന്ന ഭാഗങ്ങളായിരുന്നു നോക്കിയിട്ട് നമുക്ക് നമ്മളിവിടെ മെയിനായിട്ട് വൈബ്രേഷൻസ് മാറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഡബിൾ സൈഡ് ടാപ്പാണ്. ഈ ഫൈബർ പാർട്ട് തമ്മിൽ മുട്ടുന്ന സ്ഥലത്തെല്ലാം നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സൈക്കിളിൻ്റെ ട്യൂബ് നമ്മൾ എല്ലാ നെറ്റിൻ്റെയും ഇടയിൽ ഒരു തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ചെറിയ പീസ് കട്ട് ചെയ്ത് വയ്ക്കുന്നു. നമ്മളാരും പേടിക്കണ്ട, പുറമേ കാണാൻ വൃത്തിയോടും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പം ഇനി അടുത്ത് നമ്മൾ രണ്ട് കെയറിങ് കിറ്റുകളാണ് ഇനി ഫിക്സ് ചെയ്യാനുള്ളത്. വൈസർ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ഫെയറിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ പെട്ടെന്ന് ഒറ്റ പീസ് കൊടുക്കുന്നു, 2 പീസ് ക്ലോസ് ആയിട്ടുള്ളൊരു പീസ്, മാറ്റൊരു പീസ്. അപ്പോൾ ഇത് 2 ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ച് സൈക്കിൾ ട്യൂബും പിന്നെ നമ്മൾ ഡബിൾ സൈഡ് ടേപ്പും വെച്ചിട്ട് ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ വരുന്നത് പ്ലസിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ്. അത് നിങ്ങൾ നേരത്തെ ഞാൻ അവിടുത്തെ കേസ് പറഞ്ഞ പോലെ ത്രെഡ് പോവാതെ ഇളക്കുക. അപ്പോൾ നമ്മൾ കിറ്റ് ഇളക്കിയിട്ടുണ്ട്. ഇതാണ് 2 പീസ് എന്ന് പറയുന്നത്. ഇത് ജസ്റ്റ് നമ്മൾ ആ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം, ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള മെയിൻ സ്ഥലം. അപ്പം ഇത് തമ്മിൽ ജോയിൻ്റ് ആവുന്ന 2 സ്പോട്ടുണ്ട്. ഇതെല്ലാം ഇത് തമ്മിൽ ജോയിൻ്റ് ആവുന്നതാണ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ എല്ലായിടത്തും നമ്മുടെ ട്യൂബ് ഒഴിക്കുക. പിന്നെ ഈ തമ്മിൽ ജോയിൻ്റ് ആവുന്ന ഇതേപോലത്തെ സ്ഥലത്ത് നമ്മൾ ഡബിൾ സൈഡ് ടാപ്പ് ഒട്ടിക്കുക. അപ്പോൾ അതൊന്ന് ജാമായിട്ടിരിക്കുമ്പോഴത്തേക്ക് എത്ര കട്ടർ ചാടിയാലും വൈബ്രേഷൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് റബ്ബർ നമ്മളെ സൈക്കിൾ ട്യൂബ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതെടുത്തിട്ട് ഇതേപോലുള്ള ഓരോ സ്ഥലങ്ങളിലായിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കുക. ഓരോ ചെറിയ ഹോൾ ഇട്ടിട്ട് എല്ലായിടത്തും ഫിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴത്തേക്ക് ജാമായിരുന്നോളാം. അപ്പം ഫിക്സ് ചെയ്ത് കാണിച്ചാൽ അപ്പം ഞാൻ എല്ലാ നമ്മളെ നെറ്റ് സ്ക്രൂ ഇടേണ്ട സ്ഥലത്തും ഞാൻ ബുഷേഴ്സ് വെച്ചിട്ടുണ്ട്, നമ്മൾ സൈക്കിൾ ട്യൂബ് വെച്ചിട്ടുണ്ട്. നമ്മൾ നോക്കി അറിയാൻ പറ്റും. ഇനി നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് കിറ്റ് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫിക്സ് ചെയ്ത് നോക്കാം. അപ്പം ഗൈസ് നമ്മൾ ഒരുവിധം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ വൈസർ, പിന്നെ 2 കിറ്റ്, വേറെ നമ്മൾ ചെയ്തില്ല. നമ്മൾ ജസ്റ്റ് ഈ സൈക്കിൾ ട്യൂബ് ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്തിട്ട് 2 ഫെയറിങ്ങും തമ്മിൽ ടച്ച് ചെയ്യുന്ന ഭാഗത്തും പിന്നെ നട്ട് സ്ക്രൂസ് ചെയ്യുന്ന ഭാഗത്തും ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഓട്ടിച്ച് നോക്കാം, അപ്പോഴേ അതിൻ്റെ ഡിഫറൻസ് അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഒരു ചെയിൻ പോക്കറ്റ് പോയിരിക്കുന്നുണ്ട്, ഓൾറെഡി കുറച്ച് നോയ്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയും കൂടെ ആകുമ്പോഴേ ഭയങ്കരമായിട്ടൊരു വെറുപ്പീറ്റ് സൗണ്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ക്ലിയർ ചെയ്തത്. അപ്പോൾ നമ്മളടുത്ത് റോഡ് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് അഡാപ്റ്റർ, കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ പുതിയ ഹെൽമെറ്റിൽ വയ്ക്കുമ്പോൾ എന്തായാലും ഞാൻ ഇൻസ്റ്റാളിങ് വീഡിയോ ചെയ്യുന്നുണ്ട്. ഈ ഹെൽമെറ്റ് വെച്ചുകൊണ്ടോ പോവോ? അപ്പോൾ റോഡ് ടെസ്റ്റ് കഴിഞ്ഞ് അപ്പം വൈബ്രേഷനെല്ലാം നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പം വലിയ വൈബ്രേഷൻ ഒന്നുമില്ല. ഇപ്പോൾ ആകെ സൗണ്ടെന്ന് പറഞ്ഞാൽ ചെയിൻ സ്പോക്കറ്റിൻ്റെ സൗണ്ട് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കട്ടറുള്ള റോഡിൽ കൂടെ എല്ലാം ഓടിച്ച് നോക്കി, വേറെ സീനൊന്നുമില്ല. വൈബ്രേഷൻ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതേപോലെ വൈബ്രേഷൻ ആവുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മെനക്കെട്ട് കഴിഞ്ഞാൽ റെഡിയാക്കുന്നതേ ഉള്ളൂ. വലിയ ചിലവുള്ള കാര്യമല്ല. പിന്നെ ഇത് ഫുൾ കിറ്റ് അഴിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ ത്രെഡെല്ലാം പോകാതെ നോക്കണം. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഈ ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. സ്റ്റേ ട്യൂൺ. ബൈ.